ബഹുമാനപ്പെട്ട ശ്രീ ടി വി ഇബ്രാഹിം, നിങ്ങൾക്ക് 8 മിനിറ്റ്. സാർ, പഞ്ചായത്ത്, നഗരസഭാ വികസനം, എക്സൈസ്, ഗ്രാമവികസനം ഈ വകുപ്പുകളിലേക്കുള്ള ഉപധനാഭ്യർത്ഥന ഞാൻ എതിർക്കുകയാണ് സാർ. സാർ, ഞങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ രാഷ്ട്രീയം പറയണം എന്ന് ആഗ്രഹിച്ചതല്ല. പക്ഷേ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ CPM-ൻ്റെ കുറ്റ്യാടി മെമ്പർ ലീഗിനെ തെറി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. പണ്ട് കാലത്ത് CPM ഇത് ഇടയ്ക്ക് വെച്ച് നിർത്തിയതായിരുന്നു. അപ്പോൾ വീണ്ടും പഴയ പടിയിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ബാബരി മസ്ജിദ് പൊളിച്ച RSS, അതിന് കൂട്ടുനിന്ന കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലീഗിനെ പറയുന്നത്. സർ, ബാബരി മസ്ജിദ് എന്ന് തന്നെ CPM പ്രയോഗിക്കാൻ തുടങ്ങിയത് ഇവിടെ അടുത്ത കാലത്താണ്, പൊളിച്ചപ്പോഴാണ്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് നേരത്തെ പറഞ്ഞത് തർക്ക കെട്ടിടം എന്നുള്ളതാണ്, തർക്ക മന്ദിരം എന്നുള്ളതാണ്. എപ്പോഴാണ് മസ്ജിദ് ആയത് എന്നുള്ളത് ഈ ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം. ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, നിങ്ങളുടെ ഈ സ്നേഹവും പ്രേമവും ഒക്കെ കേരളത്തിലെ ജനങ്ങൾ CIA-യുടെ കേസ് വന്നു, CIA സമരം നടത്തി, NRC-ക്കെതിൽ സമരം നടത്തി. ആ കേസുകളൊക്കെ പിൻവലിക്കാതെ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയി. വീണ്ടും അവരോട് CIA വിരുദ്ധ പ്രസംഗം നടത്തിയപ്പോൾ CPM-ൻ്റെ കാപ്പട്യ മുഖം ജനം തിരിച്ചറിഞ്ഞതാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ തിരിച്ചടി എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ബഹുമാനപ്പെട്ട കുഞ്ഞാമത് മാഷ് അടക്കമുള്ള ആളുകൾ സംസാരിക്കാൻ. കോൺഗ്രസ് വിരോധം പറഞ്ഞിട്ട് ഇപ്പം RSS-നെ മോദിയെ മൂന്ന് വട്ടം അധികാരത്തിലെത്തിച്ചത് CPM ആണ് എന്നുള്ള അവരുടെ പാപപങ്കിലമായ കൈകൾ അവർ കഴുകിക്കളയണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാൻ. അവരാണ് ഇത് എത്തിച്ചത്. ഏതായാലും ഞാൻ സുദീർഘമായ ആ കാര്യം രാഷ്ട്രീയം പറയുന്നില്ല സർ. എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളെ നെക്കിക്കൊല്ലുന്ന സമീപനമാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാനതിൻ്റെ വിശദമായ കണക്കുകളിലേക്ക് പോകുന്നില്ല. ഈ വർഷം 2023-24 വർഷത്തേക്ക് കൊടുക്കേണ്ട 552 കോടി രൂപ വികസന ഫണ്ടിൽ നിന്നും 5552 കോടി രൂപ, മെയിൻ്റനൻസ് ഗ്രാൻറ്റിൽ 3647 കോടി രൂപയും ജനറൽ പർപ്പസ് ഗ്രാൻറ്റിൽ 2244 കോടി രൂപയുമാണ് ബജറ്റിൽ വകയിരുത്തിയത്. എന്നാൽ എത്ര കിട്ടി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ തന്നെ അവസാനം ഒരുപാട് ഗഡുക്കൾ ലഭിച്ചിട്ടില്ല. ട്രഷറി നിയന്ത്രണം വേറെയുണ്ടായി. ഈ ഡിസംബറിൽ കൊടുക്കേണ്ട വികസന ഫണ്ട് കൊടുത്തതാവട്ടെ മാർച്ച് 22-നാണ്. മാർച്ച് 27 വരെയുള്ള അല്പം ചില 1 ലക്ഷത്തിൽ താഴെയുള്ള ബില്ലുകൾ മാത്രമാണ് ട്രഷറികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ വിഷയം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ നിയമസഭയിൽ സബ്മിഷൻ മിനിയാന്ന് ഞാൻ അവതരിപ്പിച്ചപ്പോൾ 26-നാണ് ഞാൻ സബ്മിഷൻ അവതരിപ്പിച്ചത്. അന്ന് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് വേണ്ടി ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് മറുപടി പറഞ്ഞത്. അതിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട മന്ത്രി അന്ന് നൽകിയ മറുപടി എന്ന് പറയുന്നത്. മെയിൻ്റനൻസ് ഗ്രാൻറ്റിൻ്റെ അവസാന ഗഡുവായ 1215 കോടി രൂപയും ജനറൽ പർപ്പസ് ഗ്രാൻറ്റിലെ അവസാനത്തെ 3 ഗഡുക്കളായ 557 കോടി രൂപയും 2023-24 സാമ്പത്തിക വർഷം അനുവദിച്ചിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വികസന ഫണ്ട് കൊടുത്തിട്ടുള്ളത് 2024 മാർച്ചിൽ മാത്രമാണ്. ഇത് കൊടുത്തു എന്ന് പറഞ്ഞ് സഭയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് മന്ത്രി അന്ന് ശ്രമിച്ചത്. അനുവദിച്ച ബജറ്റ് വീതത്തിൽ നിന്ന് തന്നെ 487.8 കോടി രൂപയുടെ മെയിൻ്റനൻസ് ഗ്രാൻറ്റ് ബില്ലുകൾ ട്രഷറിയിൽ സ്വീകരിച്ച ശേഷം സാമ്പത്തിക വർഷം അവസാനിച്ചപ്പോഴേക്ക് അത് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനൊക്കെ പുറമെ വികസന ഫണ്ടിൽ മാത്രം ട്രഷറിയിൽ സമർപ്പിക്കപ്പെട്ട 668.32 കോടി രൂപയുടെ ബില്ലുകൾ തുക അനുവദിക്കാതെയും തിരിച്ചു നൽകുകയാണ് ഉണ്ടായത്. ഇതാണ് സർ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ സമീപനം എന്ന് പറയുന്നത്. ഇവിടെ ഈ അധികാര വികേന്ദ്രീകരണം കൊണ്ടുവന്നത് അതിൻ്റെ പിതാക്കൾ ഞങ്ങളാണ് എന്നൊക്കെ പറയുന്ന ചില പ്രസംഗങ്ങൾ നടക്കുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് ആക്ട് കൊണ്ടുവന്നത് 93-94 വർഷങ്ങളിലാണ്. കേരളത്തിൽ അത് നടപ്പിലാക്കിയത് UDF-ൻ്റെ മന്ത്രിസഭയാണ്. അന്ന് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയാണ് പഞ്ചായത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്ത് അധികാര വികേന്ദ്രീകരണവും പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തിയ കാര്യത്തിൽ UDF എന്ന് മുന്നിലാണ് എന്നുള്ളത് ഈ നാട്ടുകാർക്കറിയാം, തദ്ദേശീയർക്കറിയാം, തദ്ദേശ സ്ഥാപനങ്ങളിലെ ആളുകൾക്കറിയാം. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ആ തദ്ദേശ സ്ഥാപനങ്ങൾ ഇന്ന് 30 വയസ്സ് പിന്നിടുകയാണ്. അന്ന് നിലവിൽ വന്ന പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം നിലവിൽ വന്ന തദ്ദേശ സ്ഥാപനങ്ങൾ 30 വർഷം പിന്നിടുന്ന ഈ ഘട്ടത്തിൽ സത്യത്തിൽ
പഞ്ചായത്തുകൾ നെക്കിക്കൊല്ലുകയാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊടുക്കേണ്ട ഫണ്ട് കൊടുക്കുന്നില്ല, അതോടൊപ്പം തന്നെ ഫണ്ട് കൊടുത്തിട്ട് ട്രഷറി അത് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. ആ ഫണ്ടിന് അവർ എടുത്തിട്ടുള്ള പദ്ധതികൾ തൊട്ടടുത്ത വർഷത്തേക്ക് ക്യാരി ഓവർ ചെയ്യാൻ ഫണ്ട് കൊടുത്തുകൊണ്ട് ക്യാരി ഓവർ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഓരോ വർഷത്തിലും പഞ്ചായത്ത് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്ലാൻ അവതരിപ്പിക്കുമ്പോൾ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഏത് പദ്ധതിക്കാണെങ്കിലും ഒരു 10% എല്ലാ വർഷവും കൂട്ടി കൊടുക്കാറുണ്ട്. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പഞ്ചായത്തുകൾക്ക് 10% കൂട്ടിക്കൊടുത്തിട്ട് എന്ന് മാത്രമല്ല 5 വർഷവും ഒരേപോലെയുള്ള തുകയാണ്, 1 രൂപ പോലും പഞ്ചായത്തുകൾക്ക് കൂട്ടിക്കൊടുത്തിട്ടില്ല. കൂട്ടിക്കൊടുത്തത് കൊടുക്കാൻ കഴിയുന്നില്ല. ഇതാണ് 30 വർഷം പഞ്ചായത്തിൻ്റെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ചരിത്രത്തിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായി ചെന്ന് നിൽക്കുന്ന 30-ാം വാർഷികം ആഘോഷിക്കുന്ന നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പ്രാദേശിക സർക്കാരുകളെ, തദ്ദേശ സ്ഥാപനങ്ങളെ സത്യത്തിൽ നോക്കുകുത്തി ആക്കിയാണ് ഗവൺമെൻറ്. ഫണ്ട് കൊടുക്കുന്നു, ആ ഫണ്ട് കൊടുക്കുന്നതിനനുസരിച്ച് ഓരോ സംഗതികളും ഇന്ന സംഗതികൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു. പുറമെ സർക്കാർ പ്രഖ്യാപിക്കുന്ന അഡീഷണൽ ബാധ്യതയും പഞ്ചായത്തുകളാണ് ഏറ്റെടുക്കേണ്ടത്. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, ഇത് പഞ്ചായത്തുകൾക്ക് അവർക്ക് സ്വന്തം ടൈഡായിട്ടുള്ള ഫണ്ടുകളാണ് കൊടുക്കുന്നത്. ഇന്ന സംഗതികൾ ഏതെല്ലാം എന്നാണ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അത് SSAക്ക് കൊടുക്കേണ്ട ഫണ്ടുകളുണ്ട്, ലൈഫ് മിഷന് 20% കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അംഗനവാടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അവരുടെ ഫീസ് ശമ്പളം കൊടുക്കുന്നത്, അങ്ങനെയുള്ള ഭിന്നശേഷി സ്കോളർഷിപ്പ് അടക്കമുള്ള മറ്റു പദ്ധതികൾ പഞ്ചായത്ത് സ്വന്തമായി ഒന്നിനും ഏറ്റെടുക്കാൻ കഴിയാത്ത വിധത്തിൽ പഞ്ചായത്തുകൾ സ്വതന്ത്രമല്ല, സ്വതന്ത്രമായ ഫണ്ട് വിനിയോഗത്തിനും അവർക്ക് അവസരമില്ല എന്നുള്ളതാണ് സത്യമെന്ന് പറയുന്നത്. അതിദരിദ്രരായ ആളുകൾക്ക് കൊടുക്കുന്ന പദ്ധതി ഇവിടെ സർക്കാർ പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് പദ്ധതിയിൽ നേരത്തെ തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഡയാലിസിസ് രോഗികളുടെക്കുള്ള സഹായം, അത് സത്യത്തിൽ അവർക്ക് ഡയാലിസിസ് രോഗികളുടെ കാര്യം ഗവൺമെൻറ് പരിഗണിക്കേണ്ട ഒരു സംഗതിയാണ് സർ. എന്തുകൊണ്ടെന്നാൽ ഡയാലിസിസ് രോഗികൾക്ക് പഞ്ചായത്ത് ഫണ്ട് വച്ചാൽ അത് വിനിയോഗിക്കാൻ അവർക്ക് പഞ്ചായത്തിനോ അല്ലെങ്കിൽ ലോക്കൽ ബോഡീസിനോ അധികാരം കൊടുക്കുന്നില്ല. KMCL നിന്ന് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു അവർ നൽകുമെന്നാണ് പറയുന്നത്. KMCL കൃത്യസമയത്ത് അത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ പഞ്ചായത്തുകൾക്ക് ഈ പാവപ്പെട്ട ഡയാലിസിസ് രോഗികൾ, നമുക്ക് എല്ലാവർക്കും അറിയാം, കിഡ്നി നഷ്ടപ്പെട്ട് അവർക്ക് ജീവിതം തള്ളി നീക്കുന്ന ഈ മരുന്ന് കൊണ്ടാണ്. അത് ഈ പഞ്ചായത്തുകൾക്ക് അതിനുള്ള അധികാരം കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള അതുപോലെ തന്നെ നിലാവ് പദ്ധതി പഞ്ചായത്തുകൾക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് പൂർത്തിയാക്കാതെ ഇട്ടിരിക്കുന്ന അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന. ഇവർക്ക് അംഗനവാടി ടീച്ചർക്കൊക്കെ അധിക ശമ്പളം എന്നൊക്കെ പ്രഖ്യാപിക്കാൻ നല്ലത് പഞ്ചായത്തുകളാണ് ഒക്കെ കൊടുക്കുന്നത്. അങ്ങനെയുള്ള പദ്ധതികളൊക്കെ കടലാസിൽ ഒതുങ്ങുകയും ചെയ്യുന്ന പദ്ധതികളാണ് സർക്കാർ ഉത്തരവാദിത്തപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കെട്ടിട നികുതിയുടെ വർധനവ് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഒരു കെട്ടിടം വെക്കുന്ന ഒരാൾ എത്ര തവണയാണ് നികുതി അടയ്ക്കേണ്ടത് എന്നറിയാത്ത വിധം അവരെ ബുദ്ധിമുട്ടാക്കുകയാണ്. അപേക്ഷാ ഫീസ് വർദ്ധിപ്പിച്ചു, കെട്ടിടത്തിൻ്റെ നികുതി വർദ്ധിപ്പിച്ചു. നമ്മുടെ തൊഴിലാളി ക്ഷേമ കെട്ടിട നിർമ്മാണം അതും പഞ്ചായത്തിന് അധിക ബാധ്യത കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ സർ, എൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയട്ടെ സർ. കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ പരിസരവാസികൾക്ക് വീട് വെക്കുന്നതിന് വേണ്ടി NOC നൽകുന്നില്ല. അതിന് സർ ഈ റെഡ് സോൺ എൻ്റെ വകുപ്പ് പ്രകാരം 2019 ബ്രാക്കറ്റിൽ 4-14 പ്രകാരം റെഡ് സോൺ പ്രദേശമായ നിലക്ക് അത് കൊടുക്കാത്തൊരു പ്രശ്നമുണ്ട്. എന്നാൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് 11 നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രം ഈ NOC കാര്യം നടപ്പിലാക്കിയാൽ മതി എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം, അതൊന്ന് റെഡ് സോണിൽ നിന്ന് ഒഴിവാക്കി അഭ്യർത്ഥിച്ചുകൊണ്ട്